രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസുകളിൽ ചില പോലീസുകാർ ഒത്തുകളിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലെ 5 മണിക്കൂർ ഇടവിട്ട് ഓരോ ഫാം ഹൗസിൽ നിന്ന് അടുത്ത ഫാം ഹൗസിലേക്കും റിസോർട്ടിലേക്കും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പോലീസ് എത്തുന്നതിന് 10 മിനിറ്റ് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടും. ഇതായിരുന്നു ഒരു രീതി. അപ്പോൾ എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസുകളിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് അതൃപ്തി എന്നാണ് സൂചന. ആദ്യ കേസിന്റെ അന്വേഷണത്തിൽ നിന്ന് തിരുവനന്തപുരം കമ്മീഷണറെ മാറ്റിയിരിക്കുന്നു. 2 കേസുകളും ഇനി SP-G പൂങ്കുഴലിയാണ് അന്വേഷിക്കുക. ചുമതല മാറ്റം ഏകീകൃത അന്വേഷണത്തിനാണെന്നാണ് വിശദീകരണം. രാഹുലിനെ പിടികൂടാത്തതിലുള്ള അതൃപ്തിയാണ് കമ്മീഷണറെ മാറ്റാൻ കാരണമെന്നാണ് സൂചന. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരിമോഹൻ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ തുടക്കത്തിൽ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഈ തിരിച്ചടി ഉണ്ടാവില്ലായിരുന്നു. അതിനുശേഷം 2ാമത്തെ ബലാത്സംഗ കേസ് വരുന്നു. അപ്പോൾ ആ കേസ് കൂടുതൽ സ്ട്രോങ് ആവുന്നൊരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ഇതാദ്യം 10-13 ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന് ഒളിവിൽ കഴിയാൻ ചില പോലീസുകാർ സഹായിച്ചു എന്നതടക്കമുള്ള വാർത്തകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണോ ഇപ്പോൾ കമ്മീഷണറെ മാറ്റി 2 കേസുകളുടെയും ചുമതല SP-G പൂങ്കുഴലിയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? ഹരി, അരുൺ, ഈ ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷയും ഉണ്ടാകുമായിരുന്നില്ല. മാത്രമല്ല അതിന് അപ്പീൽ പോകാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഇപ്പോൾ എല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ നിലയിലേക്ക് നിയമ നടപടികൾ വന്നു കഴിഞ്ഞു. അതാണ് ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ ഒരു അതൃപ്തി ഉണ്ടാക്കിയതെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യ ബലാത്സംഗ കേസ് അത് അന്വേഷിച്ചുകൊണ്ടിരുന്ന തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറെ അതിന്റെ ചുമതലയിൽ നിന്ന് മാറ്റിയിട്ട് ഇപ്പോൾ SP-G പൂങ്കുഴലി, അതായത് 2ാമത്തെ ബലാത്സംഗ കേസ് അന്വേഷിക്കുന്ന SP-G പൂങ്കുഴലിക്ക് തന്നെ ആദ്യത്തെ കേസും ഇപ്പോൾ കൈമാറിയിട്ടുണ്ട്. അതായത് പൂർണ്ണമായിട്ടും ആദ്യത്തെ ടീമിനെ മാറ്റിക്കൊണ്ട് 2ാമത്തെ ടീമിനെ, 2ാമത്തെ SIT-യെ പൂർണ്ണമായിട്ടും ആ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ ഔദ്യോഗിക വിശദീകരണം വരുന്നത് ഒരു ഏകീകൃത അന്വേഷണം വേണം. കാരണം 2 കേസുകളും ഒരാൾക്കെതിരെയാണ്, 2ഉം സമാന സ്വഭാവമുള്ളതാണ്. അതുകൊണ്ട് ഒരു ഏകീകൃത അന്വേഷണം നടത്താൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള വിശദീകരണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് തുടക്കം മുതൽക്ക് തന്നെ ADGP-യുടെയും DGP-യുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് കർശനമായിട്ടുള്ള നിർദ്ദേശം SIT-ക്ക് പോയിരുന്നു. രാഹുലിനെ അറസ്റ്റ് ചെയ്യണം, കൃത്യമായി കണ്ടെത്തി കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ 2 ഉദ്യോഗസ്ഥരും നടത്തിയിരുന്നു. മാത്രമല്ല എല്ലാ ദിവസവും ഇതിന്റെ അന്വേഷണ പുരോഗതി അറിയിക്കാൻ വേണ്ടി യോഗവും ചേർന്നിരുന്നു. ആ യോഗത്തിലൊക്കെ തന്നെ ADGP-ക്ക് അടുത്ത അതൃപ്തി കഴിഞ്ഞ ദിവസം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാഹുൽ സ്വയം വോട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറായി പാലക്കാട്ടേക്ക് വരുന്നു. അപ്പോൾ അത്തരത്തിലൊരു രീതി എന്ന് പറയുന്നത് പോലീസ് സേനയെ തന്നെ വല്ലാതെ കളങ്കപ്പെടുത്തുന്നതാണ് എന്നുള്ള ഒരു നിരീക്ഷണത്തിലേക്ക് അവരെത്തി എന്നുള്ള സൂചന കൂടിയാണ് ഇപ്പോൾ ഈ ചുമതല മാറ്റം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അരുൺ, ഓക്കെ, താങ്ക് യു. ഹരിയാണ് വിവരങ്ങൾ നൽകിയത്.